അപർണ വീട്ടിൽ വന്ന കാര്യവും മറ്റും ഹരി നേരത്തെ തന്നെ ദേവികയെ അറിയിച്ചിരുന്നു. അവനെപ്പോലെ തന്നെ അവളിലും നിറഞ്ഞു നിന്നത് ഒരു മരവിപ്പ് തന്നെയാണ്. എന്താണ് ഏതാണ് എന്നറിയാത്ത അവസ്ഥ. എങ്കിലും തങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ ജീവിതത്തിലെ തീരുമാനങ്ങളെ മാറ്റുവാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പതിവായി ഇപ്പോൾ വൈകുന്നേരം ദേവിക ഹരിയെ കാണാൻ വരാറുണ്ട്. ഇന്നത്തെ വരവിൽ അവനു പറയാനുണ്ടായിരുന്നത് രാവിലെ കയറി വന്ന മനുവിനെയും അവൻ്റെ ഒപ്പം വന്ന പെൺകുട്ടിയെയും കുറിച്ചാണ്. ഫോണിലൂടെ പറയാതിരുന്നത് നേരിട്ട് പറയാൻ വേണ്ടി തന്നെയായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ദേവിക വാ തുറന്ന് ഇരുന്നു പോയി. എന്നിട്ട് ആ പെൺകുട്ടിയെ ഹരിയേട്ടൻ കണ്ടോ? അവൾ അതിശയത്തോടെ ചോദിച്ചു. ഒരു കഥ കേൾക്കുന്ന കൗതുകത്തോടെയാണ് അവളുടെ ഇരിപ്പ്. ഒരു നോട്ടം കണ്ടു. അവൻ പറഞ്ഞുകൊണ്ട് മുഖത്തേക്ക് നോക്കുമ്പോൾ ദേവിക കാര്യമായി എന്തോ ആലോചിക്കുകയാണ്. എന്നിട്ട് എങ്ങനെ തോന്നി? പാവമാണോ അതോ അപർണയെപ്പോലെയോ? അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവനൊന്ന് കണ്ണുകൂർപ്പിച്ചു. പുറമേ കാണുന്ന സ്വഭാവവും രൂപവും ഒന്നും വെച്ച് ആരെയും അളക്കാൻ കഴിയില്ല എന്ന് ഇതിനോടകം മനസ്സിലായതല്ലേ. ഇനിയിപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള യന്ത്രം വല്ലതും കണ്ടുപിടിക്കേണ്ടി വരും. അവൻ കാര്യമായി തന്നെ പറയുമ്പോഴും അവൾക്ക് ചിരിയാണ്. അപർണയ്ക്ക് കിട്ടിയ പണി ആലോചിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സന്തോഷമുണ്ട്. അവൾ ഇതൊക്കെ അർഹിച്ചിരുന്നു എന്ന ഒരു തോന്നൽ. ആ തെളിച്ചം അവളുടെ മുഖത്തുണ്ടായിരുന്നത് അവനും തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇനി എപ്പോഴാ നീ അങ്ങോട്ട്? അവൻ്റെ ചോദ്യം കേട്ടതും അവൾ മുഖം കൂർപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ ഞാൻ കൂടി വന്നാൽ നല്ല ചേലായിരിക്കും. അത് സത്യമാണ് എന്ന് അവനും തോന്നി. അപർണ ഉള്ളപ്പോൾ ദേവിക വരാത്തത് തന്നെയാണ് നല്ലത്. ദേവികയെ തൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നതിന് മുൻപ് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ഒരിക്കൽ അനുഭവിച്ച പാഠങ്ങളിൽ നിന്ന് പലതും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും വേണം. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും വീട്ടിൽ നിന്ന് അവളെ ആരും ഇറക്കിവിടാൻ പാടില്ല. അതിനുള്ള മാർഗമാണ് ഇനി കണ്ടെത്തേണ്ടത്. വീട്ടിൽ ഏട്ടത്തിയുടെ പ്രസവം അടുക്കാറായിട്ടുണ്ട്. അവൾ കടം കണ്ണിട്ട് അവനെ നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. തങ്ങളുടെ വിവാഹത്തിൻ്റെ പിന്നാലെ ആയിരുന്നല്ലോ രാഹുലേട്ടൻ്റെയും ഉണ്ണിമായുടെയും വിവാഹം. അവർക്ക് കുഞ്ഞാകാൻ പോകുന്നു എന്ന ഒരു ധ്വനിയുണ്ടായിരുന്നു അവളുടെ വാക്കുകളിൽ. അതിന് എനിക്ക് നിന്റെ ഏട്ടനെ പോലെ ആക്രാന്തമുണ്ടായിരുന്നില്ല. അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ അത് പറഞ്ഞതും അവൾ അവൻ്റെ കൈത്തണ്ടയിൽ അമർത്തിപ്പിച്ചി. എൻ്റെ ഏട്ടൻ ആക്രാന്തമൊന്നുമില്ല. പുറമേ ഒത്തിരി ദേഷ്യം കാണിക്കുമെങ്കിലും രാഹുലേട്ടൻ പാവാണ്. ഞാൻ തിരികെ അവിടേക്ക് ചെന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ എന്ന് ഏട്ടൻ ദിവസവും ഏട്ടത്തിയെക്കൊണ്ട് ചോദിപ്പിക്കും. നേരിട്ട് സംസാരിക്കാൻ വരുന്നില്ല എങ്കിലും എന്നോട് സ്നേഹമുണ്ട് എന്ന് എനിക്കറിയാം. അവൾ പറയുന്നത് കേട്ടപ്പോൾ അവനൊന്നും മിണ്ടിയില്ല. അറിയാത്ത കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. വൈകുന്നേരം മുറിയിലേക്ക് വന്നതായിരുന്നു രാഹുൽ. പിന്നാലെ മുറിയിലേക്ക് കയറി വരുന്ന ഉണ്ണിമായെ കണ്ടതും രാഹുൽ എഴുന്നേറ്റ് ചെന്ന് അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടത്തി. അവളുടെ പ്രസവം അടുക്കാറായിട്ടുണ്ട് എന്ന് ശരീരം കണ്ടാൽ അറിയാം. നടക്കുമ്പോൾ പോലും ആ ബുദ്ധിമുട്ട് അറിയാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഒരിടത്ത് ഇരുന്നുകൂടെ നിനക്ക്? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ ചിരിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ എക്സസൈസൊക്കെ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നിട്ടും രാഹുലേട്ടൻ പറയുന്നു വെറുതെ ഇരിക്കാൻ. കളിയാക്കിയതാണ് എന്ന് മനസ്സിലായതും അവൻ്റെ മുഖം വീർത്തു. ആ ഇരിപ്പ് കണ്ടപ്പോൾ അവൾക്ക് വീണ്ടും ചിരി പൊട്ടി. എങ്ങനെ നടന്ന മനുഷ്യനാണ്! പ്രണയിക്കുന്ന സമയത്ത് പോലും തനിക്ക് പേടിയായിരുന്നു. ഗൗരവമുള്ള മുഖത്ത് ഇടയ്ക്ക് മാത്രമാണ് ഇതുപോലെ ചിരിയൊക്കെ ഉണ്ടാവുക. അവളുടെ ആ നോട്ടം കണ്ടപ്പോൾ തന്നെ അവൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഫിനാൻസിൽ പോകുമ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവളെ ആദ്യമായി കാണുന്നത്. എന്തോ ഒരു താല്പര്യം തോന്നി. അതുവരെയും മറ്റാരോടും തോന്നാത്ത ഒന്ന്. പ്രജിൽ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത് പോലെ എന്തിനും ഏതിനും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു പെണ്ണിൻ്റെയും ശരീരം മോഹിച്ചിട്ടില്ല. എങ്കിലും ഉണ്ണിമായോട് തോന്നിയത് ഒരു നേരം പോക്കാണ് എന്ന് തന്നെയായിരുന്നു മനസ്സിൽ. ബിസിനസ്സുകൾക്കും കാശിനും പുറമെ ഓടുന്നതിനിടയിൽ മൃദുല വികാരങ്ങളൊന്നും തന്നെ മനസ്സിൽ കടന്നുകൂടിയില്ല. എങ്കിലും ഒരു തവണയെങ്കിലും ഉണ്ണിമായെ വിളിക്കുമായിരുന്നു. അവളുടെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ചൂടുപിടിച്ചിരുന്ന മനസ്സ് തണുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും അത് പ്രണയമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അപ്പോഴാണ് ഉണ്ണിമായയ്ക്ക് ഹരിയുടെ ആലോചന വരുന്നത്. ആ സമയം ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ചെകുത്താൻ ഉണർന്നു. എങ്ങനെയെങ്കിലും ഹരിയുടെ വിവാഹം മുടക്കുക എന്നും അവനെ നാട്ടുകാർക്ക് മുന്നിൽ നാണം കെടുത്തി നിർത്തുക എന്നതും മാത്രമായിരുന്നു മനസ്സിൽ.
തൻ്റെ ഒപ്പം വരുന്ന ഉണ്ണിമായയെ പിന്നെ എന്തു ചെയ്യുമെന്ന് ആലോചിക്കുക പോലും ചെയ്തിരുന്നില്ല. അവളെ കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറ്റി നിർത്തുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു അപ്പോഴൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ അവളെ തനിച്ച് കിട്ടിയപ്പോൾ മനസ്സ് കൈവിട്ടുപോയി. തൻ്റെ സ്റ്റാറ്റസിന് ചേരാത്തവളാണ് ഉണ്ണിമായ എന്ന ചിന്തയായിരുന്നു അപ്പോഴൊക്കെ അവളെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് വിലക്കിയത്. പ്രതീക്ഷിക്കാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടിയും വന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞതിൻ്റെ പിന്നാലെ അവളെ അമ്മയും അപ്പച്ചിയും കൂടി വിഷമിപ്പിക്കുന്നത് കണ്ടപ്പോൾ ആദ്യമായി മനസ്സ് വേദനിച്ചു തുടങ്ങി. കയ്യിൽ കത്തികൊണ്ട് വരഞ്ഞതിൻ്റെയും പൊള്ളിയതിൻ്റെയും അടയാളങ്ങളുമായി പകുതി ശേഷിച്ചു നിൽക്കുന്നവളെ കാണുമ്പോഴൊക്കെ മനസ്സ് കൈവിട്ടു പോകുമായിരുന്നു. അത് കണ്ട് ഹൃദയം പൊടിയുന്നു എന്ന് തോന്നിയപ്പോഴാണ് വീട്ടിലേക്ക് വരാതെയായത്. അന്ന് പ്രജിൽ അവളോട് പെരുമാറിയ രീതി, അതിന് കാരണം താൻ തന്നെയാണ് എന്ന് ഇപ്പോൾ അറിയാം. അവൻ അവളോട് പെരുമാറിയതോർക്കുമ്പോൾ ഇപ്പോഴും ഹൃദയം തകരുന്നത് പോലെ തോന്നും. താലി കെട്ടിയവളെ സംരക്ഷിക്കാത്തവനെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയും. അന്ന് നിലത്തേക്ക് കുഴഞ്ഞു വീണവളെ കണ്ടപ്പോഴാണ് തൻ്റെ ഉള്ളിൽ അവളുടെ സ്ഥാനം തിരിച്ചറിഞ്ഞത്. അവൾക്ക് എന്താണ് പറ്റിയതെന്നറിയാതെ ഉരുകുകയായിരുന്നു. ഒരുപക്ഷേ അവൾ ഗർഭിണിയായിരുന്നില്ല എങ്കിൽ പോലും അവളെ താൻ വിട്ടുകളയില്ലായിരുന്നു. അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു നിമിഷം കൂടി അങ്ങനെ തന്നെ ഇരുന്നപ്പോൾ ആ കണ്ണിൽ നിന്ന് ഒരു തുള്ളി താഴേക്കൊഴുകി. അവൻ്റെ ആ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് അവൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. ഈ തപസ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ളതാണ്. അവൾ ചിരിയോടെ അവൻ്റെ കവിളിൽ ഒന്ന് പിച്ചിയതും അവൻ കണ്ണു തുറന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. "ഞാനൊരു ദുഷ്ടനാണ് അല്ലേ?" ആ ചോദ്യം കേട്ടപ്പോൾ അവൾ ചുണ്ടുകൂട്ടി പിടിച്ചുകൊണ്ട് പൊട്ടി വന്ന ചിരിയെ അടക്കി പിടിച്ചു. "ഒരു പാവം ദുഷ്ടൻ," അവൾ മെല്ലെ പറഞ്ഞു. കോളേജിൽ നിന്നും എത്തിയ കാർത്തിക അപർണയുടെ അടുത്തേക്ക് ചെന്നു. 2 കൈകളും കൊണ്ട് മുഖം പൊത്തിയാണ് അവളുടെ ഇരിപ്പ്. "ഏട്ടത്തി," അവൾ വിളിച്ചപ്പോൾ അപർണ തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. "ഞാൻ ഇനിയും ഇവിടെ നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും." വല്ലാത്തൊരു ഭാവത്തിലാണ് അപർണ അത് പറഞ്ഞത്. അതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്ന് കാർത്തികയ്ക്കും അറിയില്ലായിരുന്നു. മനുവേട്ടൻ്റെ മനസ്സിൽ എന്താണ് എന്നറിയില്ല. രണ്ടാളും ഇപ്പോൾ ഒരു മുറിയിലുമാണ്. ഇനിയിപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുകൂടി അറിയാൻ കഴിയുന്നില്ല. ഇരുവരും ഇത്രയും നാൾ ഒരുമിച്ചായിരുന്നല്ലോ. "ഏട്ടത്തി സമാധാനമായിരിക്കെ, നമുക്കവളെ ഇവിടെ നിന്നും ഓടിക്കാം," കാർത്തിക ആശ്വസിപ്പിച്ചു. അതിന് അപർണ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. സമയം കടന്നു പോകും തോറും അപർണയുടെ മനസ്സ് ചൂടുപിടിക്കാൻ തുടങ്ങി. രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതും മനു ആ പെൺകുട്ടിക്ക് കറികളൊക്കെ വിളമ്പിക്കൊടുക്കുന്നതും അവൾ കണ്ടു. എല്ലാവരും സന്തോഷത്തിലാണ്. സ്നേഹത്തിൽ സംസാരിച്ച കാർത്തിക പോലും അവരുടെ ഇടയിൽ ചിരിയോടെ ഇരിക്കുന്നു. കിടക്കാൻ സമയം മനു ആ പെൺകുട്ടിയുടെ ഒപ്പം മുറിയിൽ കയറി വാതിലടച്ചതും കൂടി കണ്ടപ്പോൾ വല്ലാത്തൊരു ഭാവത്തിൽ അപർണ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. "നിങ്ങൾക്കുള്ള വജ്രായുധം എൻ്റെ കയ്യിലുണ്ട്," അവൾ പെറുപെറുത്തു. ദിവസങ്ങൾ മെല്ലെ മുന്നോട്ടു പോകവേ അപർണയ്ക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. ജീവനേക്കാൾ സ്നേഹിച്ചവൻ മറ്റൊരുവളുടെ കൂടെ. അത് അവൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. ഹൃദയം പറഞ്ഞു പോകുന്ന വേദന. അപ്പോഴും ചെയ്ത തെറ്റ് അംഗീകരിക്കുവാനോ അത് മനസ്സിലാക്കുവാനോ അവൾ ഒരുക്കമായിരുന്നില്ല. ദേവികയും ഹരിയും അടക്കം തനിക്ക് ചുറ്റുമുള്ള സകലരോടും അവൾക്ക് ദേഷ്യം തോന്നി. നികിതയോടൊന്ന് സംസാരിക്കാനായി അവൾ കിണഞ്ഞു പരിശ്രമിച്ചു. അത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിനാൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ മനു അതിനപ്പുറം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം പോലും അവൻ അവളെ തനിച്ചാക്കിയില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തേക്ക് പോകുമ്പോൾ കല വീട്ടിലുണ്ട് എന്ന് അവൻ ഉറപ്പുവരുത്തും. അങ്ങനെയിരിക്കെ ചോറ് കഴിച്ചു കഴിഞ്ഞ് അവൻ മുറിയിൽ വിശ്രമിക്കുന്ന നേരമാണ് നികിതയെ അവൾക്ക് തനിച്ച് കിട്ടിയത്. "വല്ലവരുടെയും ഭർത്താവിനെ വശീകരിച്ചെടുക്കാൻ നിനക്ക് നാണമില്ലേ?" വല്ലാത്തൊരു ഭാവത്തിൽ നിന്നുകൊണ്ട് അപർണ ചോദിച്ചപ്പോൾ നികിത ഒരു നിമിഷം പതറുക തന്നെ ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും മനുവിൻ്റെ ഭാര്യയാണ് മുന്നിൽ. എത്ര നിഷേധിച്ചാലും അതൊരു സത്യം തന്നെയാണ്. എന്നാൽ തൻ്റെ മനസ്സാക്ഷി ഒരിക്കലും തന്നെ തെറ്റുപറയുകയില്ല. കാരണം മറ്റൊരുവളുടെ ഭർത്താവിനെ താൻ മോഹിച്ചിട്ടും സ്വീകരിച്ചിട്ടുമില്ല. ഇരുവർക്കുമിടയിലേക്ക് ചെന്നിട്ടുമില്ല. അപർണയുടെ പ്രവർത്തികൾ മനുവിൽ നിന്ന് കേട്ടറിഞ്ഞപ്പോൾ തനിക്ക് പോലും ക്ഷമിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ മനുവിൻ്റെയും ഈ വീട്ടുകാരുടെയും അവസ്ഥ ഊഹിക്കാൻ കഴിയാവുന്നതേയുള്ളൂ. അങ്ങനെയുള്ളവളോട് യാതൊരു സിമ്പതിയും തോന്നേണ്ട കാര്യവുമില്ല. ഒരു കുടുംബം തന്നെ തകർത്ത് തരിപ്പിടമാക്കിയ നിനക്ക് അതെന്നോട് ചോദിക്കാൻ എന്ത് യോഗ്യത? ഞാനിവിടെ നിന്ന് പോയാലും മനു നിന്നെ സ്വീകരിക്കില്ല.
നേരത്തെ മനു പറഞ്ഞു പഠിപ്പിച്ചതുപോലെ അവൾ പറഞ്ഞു. അതുകൂടി കേട്ടതും അപർണയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. നിന്നെപ്പോലുള്ള ഡേഷുകൾ എല്ലായിടത്തുമുണ്ട്. ഏതെങ്കിലും ആണുങ്ങളെ മതി നിനക്കൊക്കെ. മനസ്സ് മുറിപ്പെടുത്തി അവളെ തിരിച്ചയക്കുക എന്ന ഉദ്ദേശത്തോടെ അപർണ വായിൽ തോന്നിയതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. സങ്കടം വന്നുവെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ട് നികിതയെ അതൊന്നും ബാധിച്ചില്ല. പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ തന്നെ അവൾ അപർണയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങാൻ നിനക്ക് നാണമില്ലേ? അപാര തൊലികെട്ടി തന്നെ. പറഞ്ഞുകൊണ്ട് മുഖമുയർത്തിയ അപർണ കാണുന്നത് നികിതയുടെ അരികിൽ നിൽക്കുന്ന മനുവിനെയാണ്. എന്തായാലും നിന്റെ അത്ര തൊലിക്കട്ടി അവൾക്കില്ല. ഇറങ്ങിപ്പോകാൻ എല്ലാവരും പറഞ്ഞിട്ടും പോകാതെ നാണം കെട്ട് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നീയാണ്. അവൾ എല്ലാവരുടെയും സമ്മതത്തോടെയാണ് ഇവിടെ കഴിയുന്നത്. പറഞ്ഞുകൊണ്ട് അവൻ നികിതയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചപ്പോൾ അപർണ ഞെട്ടിപ്പോയി. അവളുടെ സകല പ്രതീക്ഷകളും അസ്തമിക്കുകയായിരുന്നു. അവസാനമായിട്ട് ചോദിക്കുകയാണ്, മനു, നിനക്കെന്നെ സ്വീകരിക്കാൻ കഴിയുമോ? നിറഞ്ഞ കണ്ണുകളോടെ അപർണ അത് ചോദിച്ചപ്പോൾ സ്നേഹിച്ച കാലത്തെ നിമിഷങ്ങൾ ഓർത്ത് തെല്ലി വേദനിച്ചുവെങ്കിലും അവളോട് യാതൊരു രീതിയിലും ക്ഷമിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. ജീവൻ പോയാലും ഞാൻ നിന്നെ സ്വീകരിക്കില്ല. അങ്ങനെ ചെയ്താൽ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് വളർത്തിയ ഏട്ടനോട് ഞാൻ ചെയ്യുന്ന ചതിയായി പോകും. എൻ്റെ ജീവിതത്തേക്കാൾ വലുതാണ് എൻ്റെ കുടുംബം. നിന്നെപ്പോലെ വിഷമുള്ള ഒരുവളെ ഞാനിവിടെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല. അവൻ്റെ വാക്കുകളുടെ ഉറപ്പ് അപർണയ്ക്ക് ആ നിമിഷം തന്നെ മനസ്സിലായി. ഒരിക്കലും ആ ജീവിതത്തിലേക്ക് തനിക്കിനി സ്ഥാനമില്ല. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവൾ മുറിയിലേക്ക് പോയി തൻ്റെ സാധനങ്ങൾ ബാഗിലാക്കി. മനുവിനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയതിന് ശേഷമാണ് അവൾ ആ പടികൾ ഇറങ്ങിയത്. ഇതിന് നീ അനുഭവിക്കും മനു. മുറ്റത്തേക്കിറങ്ങാൻ നേരം അവൾ പറയുന്നുണ്ടായിരുന്നു. മനു അത് കേൾക്കാതെ മറുവശം തിരിഞ്ഞു നിന്നു. അവൾ അങ്ങ് പോയി കഴിഞ്ഞതും നികിത മനുവിൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. അവിടെ ഒരു വേദന കാണാനുണ്ട്. എന്നാൽ അതിനേക്കാൾ നിറഞ്ഞു നിൽക്കുന്നത് വല്ലാത്തൊരു നിശ്ചയദാർഢ്യമാണ്. ഇനിയിപ്പോൾ അഭിനയം വേണ്ടല്ലോ. അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി. അപർണ പോയതറിഞ്ഞ് ഞെട്ടിപ്പോയി എങ്കിലും എല്ലാവർക്കും അതൊരാശ്വാസം തന്നെയായിരുന്നു. എത്രയോ നാളുകളായി സമാധാനമില്ലായിരുന്നു എന്നതാണ് സത്യം. വൈകുന്നേരം എത്തിയ നന്ദുവിന് അപർണ പോയ വിവരം അറിഞ്ഞപ്പോൾ മുതൽ സന്തോഷം മനസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടുകയായിരുന്നു എന്ന് പറയാം. എന്നാൽ കാർത്തിക ഞെട്ടിപ്പോയി. ഒരു വാക്കുപോലും പറയാതെ ഏട്ടത്തി പോയത് അവൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. വിവരമറിഞ്ഞപ്പോൾ മുതൽ അവൾ മുറിയിൽ കയറി വാതിലടച്ച് അപർണയെ വിളിക്കാൻ തുടങ്ങിയതാണ്. പലതവണ റിങ് ചെയ്തു നിൽക്കുകയും പിന്നീട് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നതിന് ശേഷം അവൾ വേഷം മാറി പുറത്തേക്ക് ചെന്നു. എല്ലാവരുടെയും മുഖത്ത് പതിവിലുമധികം തെളിച്ചമുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. തൻ്റെ അമ്മ അടക്കം എല്ലാവരും അത്രയധികം സന്തോഷത്തിലാണ്. അവൾ അല്പം മാറി നിൽക്കുന്ന നികിതയെ നോക്കി. അവിടെ പ്രത്യേകിച്ച് സന്തോഷമോ സങ്കടമോ അങ്ങനെ ഒന്നും തന്നെ കാണാനില്ല. തീർത്തും നിർവികാരമായ മുഖം എന്ന് തന്നെ പറയാം. എന്തായിരിക്കും ആ പെൺകുട്ടിക്ക് സന്തോഷമില്ലാത്തത്? അവൾ ചിന്തിക്കാതിരുന്നില്ല. ഇന്ന് ഗോകുലേട്ടൻ എന്നെ കൂട്ടാൻ വരില്ല. ഏട്ടന് സ്കൂളിൽ എന്തോ മീറ്റിംഗ് ഉണ്ട്. ദേവികയുടെ വാക്കുകൾ കേട്ടതും ഹരി ഒന്ന് തലയാട്ടിക്കൊണ്ട് അവളുടെ അടുത്തേക്കിരുന്നു. ഇന്ന് നിന്നെ ഞാൻ കൊണ്ടാക്കിക്കൊള്ളാം. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ ഒരു മാത്രം ഞെട്ടിപ്പോയി. ആരെങ്കിലും കണ്ടാലോ? എന്നാൽ മുൻപിൽ സന്തോഷത്തോടെ ഇരിക്കുന്നവനെ സങ്കടപ്പെടുത്താനും തോന്നുന്നില്ല. അതുകൊണ്ട് അവൾ അവൻ്റെ കയ്യിലേക്ക് തലചായ്ച്ചു വെച്ചു. അപർണ തിരികെ പോയി എന്ന് ഹരിയുടെ വാക്കുകൾ കേട്ടതും ദേവിക ഇരുന്ന ഇരിപ്പിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു പോയി. അപർണ ഇത്ര പെട്ടെന്ന് തോൽവി സമ്മതിച്ചോ? അപർണയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രതികരണം ദേവികയ്ക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. യാതൊരു ശത്രുതയും ഇല്ലാത്ത തന്നോട് ശത്രുവിനെ പോലെ പെരുമാറിയവളാണ്. ഉള്ളതിനും ഇല്ലാത്തതിനും മുഖം വീർപ്പിച്ച് കാരണമുണ്ടാക്കി പിണക്കം വലുതാക്കിയവളാണ്. അവസാനം അവൾ ചെയ്ത തെറ്റിൻ്റെ പഴി വളരെ ബുദ്ധിപൂർവം തൻ്റെ തലയിൽ വെച്ച് തന്നവളാണ്. അങ്ങനെയുള്ളവൾ ഇത്ര വേഗം മനുവിനെ മറ്റൊരുവൾക്ക് വിട്ടുകൊടുത്തു എന്നോ? അതിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ് അവൾക്ക് തോന്നിയത്. അവളുടെ ഇരിപ്പ് കണ്ടതും ഹരി പുരികം ചുളിച്ചുകൊണ്ട് അവളുടെ കവിളിൽ ഒന്ന് കുത്തി. ഇത് കണ്ടാൽ അവൾ പോയതിൽ നിനക്ക് സങ്കടമാണെന്ന് തോന്നുമല്ലോ. ഒരു തമാശയായാണ് ഹരി അത് പറഞ്ഞതെങ്കിലും അത് കേട്ട് ചിരിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അപർണ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്ന് തന്നെ അവൾക്ക് തോന്നി. അവളുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ തോറ്റു പിന്മാറിയതാണ് എന്ന് ഞാൻ വിശ്വസിച്ചേനെ ഹരിയേട്ട. പക്ഷേ അവൾ അങ്ങനെ ചെയ്യില്ല. മനുവിൻ്റെ ഒപ്പം ആ പെൺകുട്ടിയെ സ്വസ്ഥമായി ജീവിക്കാൻ വിട്ടുകൊണ്ട് അവൾ അങ്ങനെ ഇറങ്ങിപ്പോകുമെന്ന് ഹരിയേട്ടന് തോന്നുന്നുണ്ടോ?
ദേവികയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ഹരിയും അങ്ങനെ ചിന്തിച്ചത്. മനു ഇനി സ്വന്തമാകില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ പോലും വെറുതെ പോകുന്നവളല്ല. അങ്ങനെയുള്ളവൾ ഇത്രയും വേഗം തോൽവി സമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് കാരണമുണ്ടാകുമല്ലോ. എന്തായാലും നേരിട്ടൊരു ആക്രമണത്തിനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല. എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് നോക്കാം പറഞ്ഞുകൊണ്ട് ഹരി അവളെ സമാധാനിപ്പിച്ചു. അപർണയെക്കുറിച്ച് കാട് കയറി ചിന്തിച്ച് തങ്ങളുടെ സന്തോഷമുള്ള നിമിഷങ്ങൾ കളയാൻ അവൾക്കും തോന്നിയില്ല. ഞാൻ ഈ വർക്ക്ഷോപ്പ് സ്വന്തമായി വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അവൻ്റെ വാക്കുകൾ കേട്ടതും അവളൊരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതിനു മാത്രം കാശുണ്ടോ ഏട്ടൻ്റെ കയ്യിൽ? അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഹരി കിട്ടുന്ന ഓരോ രൂപയും സൂക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ സമ്പാദ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. എങ്കിലും അതുകൊണ്ട് തികയുമോ? കുറച്ചൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ചെയ്യാം. അവനത് പറഞ്ഞപ്പോൾ അവൾ ഒന്ന് മൂളുക മാത്രം ചെയ്തു. തനിക്ക് കൂടി വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത് എന്ന് അവൾക്കറിയാതെയല്ല. അവൾ മെല്ലെ കൈ ഉയർത്തി അവൻ്റെ കവിളിലൊന്ന് തലോടിയതും അവൻ മുഖം ചെരിച്ച് ആ കൈവെള്ളയിൽ അമർത്തി ചുംബിച്ചു. ചൂടാണോ തണുപ്പാണോ എന്നറിയാത്തൊരു ചുംബനം. അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചുപോയി. വളരെ യാന്ത്രികമായി ഇരുവരുടെയും അധരങ്ങൾ ഒന്നു ചേരുമ്പോൾ അവർ പരസ്പരം പുണർന്നിരുന്നു.